സർ. എന്താ ഷെരീഫേ പ്രശ്നം? സാറേ പെണ്ണിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. എന്താടാ അവിടെ എന്താ പ്രശ്നം? സാറിന് കണ്ടോ സാറേ, ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്ന കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാൻ ഒരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്, എനിക്കറിയാം സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണി എന്താ അറിയാ? കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യന്റെ തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക. കള്ളു കുറിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ലേ മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലക്കുന്നോടാ നീ. പ്രശ്നം നമ്മളെ കയ്യിലെക്കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്ത് ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനും പൊക്കും. മോൻ സാറേ, കൂത്തുറമേന്ന് കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയ പറഞ്ഞിട്ടുണ്ട്. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ട്? സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക്. അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ? Thank you.